ഹലോ, എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്റർ സമാന്തര വരകൾ പാരലൽ ലൈൻസിൻ്റെ പേജ് 50-ലെ 4ാമത്തെ ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കൂ. എ ബി സി എന്ന ത്രികോണത്തിൽ ബി സിയിലെ പി എന്ന ബിന്ദുവിലൂടെ എ സിക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര എ ബിയുമായി ക്യൂയിൽ കൂട്ടിമുട്ടുന്നു. ക്യൂവിൽ നിന്ന് എ പിക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര ക്യു ആർ ബി സിയുമായി ആറിൽ കൂട്ടിമുട്ടുന്നു. ബി പി ബൈ പി സി സമം ബി ആർ ബൈ ആർ പി എന്ന് തെളിയിക്കുക. In triangle ABC, the line parallel to AC through the point P on BC meets AB at Q. The line parallel to AP through Q meets BC at R. Prove that BP by PC equal to BR by RP. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ നീല ത്രികോണത്തിലെ താഴത്തെ വശം ബി പി ഈസ് ടു പി സി, ബി പി പി സി എന്ന രണ്ട് ഭാഗങ്ങൾ, അതിൻ്റെ റേഷ്യോ അംശബന്ധങ്ങൾ ബി എ പി എന്ന ത്രികോണത്തിന്റെ താഴത്തെ വശം ബി ആർ ആർ പി, ഇതിന്റെ അംശബന്ധങ്ങൾ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തത്വം, പ്രിൻസിപ്പിൾ എന്താണ്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. In any triangle, a line parallel to one of the sides cut the other two sides in the same ratio. ഇവിടെ നമുക്ക് ത്രികോണം എ ബി സി നോക്കിയാൽ എന്ത് കിട്ടും? ത്രികോണം എ ബി സിയിൽ എ സിക്ക് സമാന്തരമാണ് ക്യു പി. ക്യു പി ഈസ് പാരലൽ ടു എ സി. അതുകൊണ്ട് ബി പി ബൈ പി സി അതും ബി ക്യു ബൈ ക്യു എയും തുല്യമായിരിക്കും. ബി ക്യു ബൈ ക്യു എ സമം ബി പി ബൈ പി സി. ഇനി നമുക്ക് ഇതിലെ ബി എ പി എന്ന ത്രികോണം നോക്കിയാലോ? ഇൻ ട്രയാങ്കിൾ ബി എ പി ക്യു ആർ ഈസ് പാരലൽ ടു എ പി. എ പിക്ക് സമാന്തരമാണ് ക്യു ആർ. അപ്പോൾ ക്യു ആർ എന്ത് ചെയ്യും? ഇവിടെ ബി ക്യു ബൈ ക്യു എ സമം ബി ആർ ബൈ ആർ പി. ഓക്കെ, ബി ക്യു ബൈ ക്യു എ സമം ബി ആർ ബൈ ആർ പി. ഇനി രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? By comparing equations 1 and 2, the left hand side is same. So, the right hand side also same. ഇടതുവശം തുല്യമായതിനാൽ വലതുവശവും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും സമവാക്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ബി പി ബൈ പി സി സമം ബി ആർ ബൈ ആർ പി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ പ്രൂഫായി. പ്രൂഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറം ഇതാണ്, അത് എഴുതുന്നു. അതിനുശേഷം രണ്ട് ട്രയാങ്കിൾസിൽ നമുക്ക് എന്താണ് അംശബന്ധം റേഷ്യോ എഴുതുന്നു, അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നു. സിമ്പിളാണ്. ഓക്കെ.
അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ ഇതുവരെ പഠിച്ചത് മൂന്ന് ഭാഗങ്ങളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ സമഭാഗങ്ങൾ ഈക്വൽ ഡിവിഷൻസ് പഠിച്ചു. പിന്നെ അസമഭാഗങ്ങൾ അൺഈക്വൽ ഡിവിഷൻസ് പഠിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ത്രികോണഭാഗം അതായത് ട്രയാങ്കിൾ ഡിവിഷൻ പഠിച്ചു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് മധ്യഭാഗം അതായത് മിഡ് സെക്ഷൻ എന്ന ഭാഗമാണ്. അതിൽ നമ്മൾ ത്രികോണത്തിന്റെ വശങ്ങളും മധ്യബിന്ദുക്കളും തമ്മിൽ എന്താണ് ബന്ധം, എങ്ങനെയാണ് അവ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.